ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആണ്. സൺഡേ എന്ന് പറയുമ്പോൾ കുറേ അധികം പണികളുണ്ട്. അതിലേറ്റവും വലിയ പണി എന്ന് പറയുന്നത് നമ്മളെ ലൂക്കനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കിന്ന് ലൂക്കൻ്റെ കുളിസീനൊന്ന് കണ്ടാലോ. അങ്ങനെ ഡെയിലി ഒന്നും ഇവനെ കുളിപ്പിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ കുളിപ്പിക്കാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇവനെന്താ ഡെയിലി കുളിപ്പിക്കാത്തതെന്ന്. ഇവനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം ഒരു 3 ആളെങ്കിലും വേണം. ഇവനാണെങ്കിൽ വെള്ളം തീരെ ഇഷ്ടമില്ല. വല്ലപ്പോഴും കുളിക്കുള്ളെങ്കിലും അവൻ അടിപൊളിയായിട്ടേ കുളിക്കുള്ളൂ കേട്ടോ. ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ചില സമയത്ത് ഞാൻ വിചാരിക്കും എനിക്ക് പോലും ഇല്ലല്ലോ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ്, ഇവൻ എന്തൊക്കെയാണുള്ളത്. ആദ്യം ഒന്നും വെള്ളം ഒഴിക്കുമ്പോൾ അവന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സാധാരണ ഇങ്ങനെയൊന്നും അല്ല. അവനെ കുളിപ്പിക്കണമെങ്കിൽ ഒരു 3-4 ആളെങ്കിലും വേണം. കാരണം വെള്ളം കണ്ടാൽ അവന് തീരെ ഇഷ്ടമില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് അമ്മനെ ഫോൺ പിടിച്ച് അവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മളിവന് യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ തന്നെ ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ ഒരു സോപ്പും കൂടി ഉണ്ട്. അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പൊതുവെ ഇവനെ അത് വെച്ച് കുളിപ്പിക്കാറില്ല. ഷാമ്പൂ കണ്ടീഷണർ വെച്ചിട്ടാണ് ഇവനെ സാധാരണ കുളിപ്പിക്കാറ്. ഇപ്പോഴൊന്നും അവന് വലിയ പ്രശ്നമില്ല കേട്ടോ. പക്ഷേ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ആളാകെ വയലൻ്റായി. പിന്നെ അതെനിക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ഞാനും കൂടി പിടിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെ കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോഴാണ് അവന് ഇഷ്ടമില്ലാത്തത്. വെള്ളം മേത്ത് തട്ടുന്നതേ അവന് ഇഷ്ടമില്ല. ഇപ്പോൾ എന്നല്ല, പണ്ട് ചെറുതാവുമ്പോഴാണ് നമ്മൾ അവനെ കൊണ്ടുവന്നത്. അപ്പം മുതലേ അവൻ ഇങ്ങനെ തന്നെയായിരുന്നു. കുളിപ്പിക്കുമ്പോൾ അന്ന് ഇവിടെ ഭയങ്കര ഒരു യുദ്ധമായിരുന്നു. കുളിപ്പിക്കുന്ന അന്നൊക്കെ നമ്മൾ ഈ ഡ്രയർ വെച്ചിട്ടാണ് അവനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇത് സത്യത്തിൽ എനിക്ക് എൻ്റെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് മീഷോന്ന്. പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഇപ്പം അവനാണ് കൂടുതൽ യൂസ് ചെയ്യുക. പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ ലൂക്ക സുന്ദരനാവും കേട്ടോ. പക്ഷെ അത് അവനറിയില്ല അവൻ സുന്ദരനാവുന്നു. എന്നാൽ പിന്നെ അവൻ എന്ന് നിന്നേനെ കുളിപ്പിക്കാൻ. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുള്ള് നനഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു. ഇന്ന് നമുക്ക് അമ്പലത്തിലേക്കൊന്ന് പോകാണ്ടായിരുന്നു. കാരണം കുറച്ച് പെയിൻറ്റിങ് ആയി കിടക്കുന്ന വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയി. ഇന്നാണ് ഇപ്പം അതിനൊരു ടൈം ഒത്ത് കിട്ടിയത്. ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അമ്പലം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗുളികൻ തറ. അങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ പോയാൽ മൈൻഡൊക്കെ നല്ല ഫ്രീ ആവും. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ മറക്കും. എനിക്ക് അങ്ങനെ ആട്ടോ ഫീൽ ചെയ്തിട്ടുള്ള. ഇനി ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. നമ്മൾ വഴിപാടൊക്കെ കഴിപ്പിച്ച് വേഗം തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.